സാറേ, നമ്മുടെ ഈ ചലാന്റെ ഒരു അദാലത്ത് വന്നിട്ടുണ്ടല്ലോ സാർ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? ഈ ചലാന്റെ അദാലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചലാൻ അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാർ ഇപ്പോൾ പുതിയൊരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആംനസ്റ്റി എന്ന് പറഞ്ഞൊരു സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് അടയ്ക്കാൻ കഴിയാതെ ചലാനുകൾ, ബുദ്ധിമുട്ടുന്ന ചലാനുകൾ, അത് അടയ്ക്കാനുള്ളൊരു സംവിധാനമാണ് ഈ ആംനസ്റ്റി സ്കീമിലൂടെ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ സർക്കാർ പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 31/12/2024 മുമ്പുള്ള ചലാൻ, അതായത് ഈ ചലാൻ സ്റ്റാർട്ട് ചെയ്ത് 31/12/2024 വരെ അടയ്ക്കാൻ കഴിയാത്ത ഉപഭോക്താക്കൾക്ക് ഈ ഏപ്രിൽ 30 മുമ്പേ അവർ ചലാൻ അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് പകുതി എമൗണ്ട് അടച്ചാൽ മതിയാവും എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ആ സ്കീം നടപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ഈ ചലാനും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, റിട്ടേൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 മാസം കഴിഞ്ഞാൽ, മാക്സിമം 3 മാസം കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് റെഫർ ചെയ്യണമെന്ന് അതിൻ്റെ ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2024 വരെ ഉള്ള ചലാനുകളെല്ലാം 90% അത് കോടതികളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ കോടതികളിലേക്ക് മാറ്റപ്പെട്ട ചലാൻ ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ല. അത് ഏത് അതോറിറ്റിയാണോ ആ ചലാന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, പോലീസാവട്ടെ, ചിലപ്പോൾ പോലീസാവാം, RTO മോട്ടോർ വാഹന വകുപ്പാവാം, ഏത് അതോറിറ്റിയാണോ ആ ചലാന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ആ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമുക്കത് കോടതിയിൽ നിന്ന് റിവർട്ട് ചെയ്യിപ്പിക്കണം. അതൊരു ചെറിയ പ്രോസസ്സാണ്, നമുക്കധികം സമയം വേണ്ട കാര്യമൊന്നുമല്ല. അത് റിവർട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സ്കീമിലൂടെ അടയ്ക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഓർക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ഏപ്രിൽ 1 മുതലാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ഓഫീസും കേന്ദ്രീകരിച്ച് നമ്മൾ അതിനു വേണ്ടി ഒരു അദാലത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദാലത്ത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കോടതിയിൽ പെട്ടുപോയതോ എന്തെങ്കിലും കാരണവശാൽ അക്ഷയ സെൻ്ററുകളിൽ അടയ്ക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ചലാനുകൾ പോലീസിൻ്റെ ആവട്ടെ, RTO മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആവട്ടെ, അവർ ഡയറക്റ്റായിട്ട് നമ്മുടെ RTO ഓഫീസിൽ വരികയാണെങ്കിൽ, എസ്പെഷ്യലി മണ്ണാർക്കാട് RTO ഓഫീസിൽ ഏപ്രിൽ 28-ന് 10 മണിൻ്റെയും 4 മണിൻ്റെയും ഉള്ളിൽ അവർ ഹാജരാകുകയാണെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ ചലാൻ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കൊടുക്കും. ഭാവിയിൽ ഇത്തരം ചലാൻ അടയ്ക്കാൻ, ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ചലാൻ അടയ്ക്കാൻ കഴിയാത്ത ആളുകൾക്ക് പിന്നെ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ള സർവീസുകൾ നിഷേധിക്കപ്പെടുക തുടങ്ങിയ ഭവിഷ്യത്തുകളെ നേരിടേണ്ടി വരും എന്നും കൂടെ ഇതിലൂടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ സാർ, അതേപോലെ തന്നെ നമുക്കിതിപ്പം മണ്ണാർക്കാട് RTO ഉള്ള ഒരു ഫൈൻ പാലക്കാട് അടയ്ക്കാൻ പറ്റുമോ? മണ്ണാർക്കാട് RTO ഉള്ള ഫൈൻ പാലക്കാട്, RTO എഴുതിയ ഫൈനാണെങ്കിൽ പാലക്കാട് അടയ്ക്കാം. അതിപ്പോൾ ഇപ്പം നിലവിൽ തന്നെ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിലവിൽ തന്നെ ഇപ്പോൾ